പൂക്കൾ അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂർണിമേ അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. ഹലോ, നമസ്കാരം. അന്ന് ഞങ്ങളേ വേറെ ചെറിയ യാത്ര തുടങ്ങിക്കാണ്. ചെറുതാട്ടോ, വളരെ ചെറുത്. നമ്മളെ പാലക്കാട് ജില്ലയിൽ തന്നെ പാലക്കാട് നെല്ലറ എന്ന് പറയുന്ന ആലത്തൂര് കൊല്ലംകോട് ആ സൈഡിൽ കൂടെ ജസ്റ്റ് നമ്മള് ഗ്രാമങ്ങള് കൂടെ ഒന്ന് ഇങ്ങനെ കവർ ചെയ്ത് വരാൻ വിചാരിച്ചു. അന്നേ നമ്മളിപ്പോ പുതിയൊരാളും കൂടി ഉണ്ട് കേട്ടോ. ഗിരീഷില്ല, സുബിനുണ്ട്, പിന്നെ രാഹുലാണ്. നമ്മളെ പഴയ ഒരു മാറ്റവും ഇല്ല. ഇന്നേ നമുക്ക് നമ്മൾക്കുള്ളത് പുതിയൊരാളാണ്. ഇതുണ്ടോ പഴയ കാലത്ത് കോഴിക്കണറിന് വളരെ നമ്മളെ ഗവൺമെന്റ് വെച്ചാൽ അങ്ങനെയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ലല്ലോ. നിലനിൽപ്പിനൊരു അംശം പോലും ഉണ്ടാകത്താണെന്നൊക്കെ. നമ്മള് കുഴൽമന്ദം ഇല്ലേ, കുഴൽമന്ദം റോഡ് ചന്ത, റോഡ് നേരെ വന്നിട്ട് ചേർന്നത് കുഴൽമന്ത് അല്ലേ? കുഴൽമന്ദം ചന്ത ഭയങ്കര ഫേമസ് ആണ്. കുഴൽമന്ത് ചന്ത ഭയങ്കര ഫേമസ് ആണെന്ന് പറയുന്നത്. ഇപ്പൊ ഈ റോഡ് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോയാൽ നമ്മൾ ഹൈവേക്ക് എത്തി അല്ലേ? ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ കൊടുവായൂര്, അങ്ങനെ കൊല്ലംകോട്. ഷെരീഫൊക്കെ എല്ലാം ആസ്വദിച്ചിരിക്കട്ടോ. കൊടുവായൂരിന്റെ പ്രത്യേകത അറിയാം, അവിടെ ഈ മാക്സിമൊക്കെ ഭയങ്കര റേറ്റ് കുറവാണ്. അതെ, ഇത് കാണുന്ന സ്ത്രീകൾ ഒരു കാര്യം മനസ്സിലാക്കണം, നാളെ മുതൽ ഭർത്താക്കന്മാരെ കൊണ്ട് മാക്സ് എടുക്കാൻ കൊടുവായൂരിലേക്ക് വരണമെന്നാണ് അഭ്യർത്ഥന. ബ്രാൻഡഡ് ഐറ്റംസേ, ബ്രാൻഡഡ് ഐറ്റംസ് ചെറിയ ഡാമേജ് ഉള്ളത് അല്ലേ? ഡാമേജ് ആണോ വേറെ എന്തോ സംഭവം. നമ്മൾ ചിലപ്പോ തിരുപ്പൂരിന്ന് പറഞ്ഞൊക്കെ ചെറിയ ഡാമേജ് കിട്ടുന്നല്ലേ? അല്ല, ഡാമേജ് മിസ് കിട്ടുമല്ലോ അല്ലേ? മാക്സിലുണ്ട്, അതല്ലാതെ ബ്രാൻഡഡ് ഇങ്ങനത്തെ കുറെ ഇതുകൾ കാണാം. ഓ, ഭയങ്കര അടിപൊളി കാഴ്ച. നമ്മളെ നാട്ടിലേ മറ്റേ മാർക്കറ്റ് പോലെ കാഞ്ഞിരങ്കാട് എന്താ, കാഞ്ഞിരങ്കാടില്ലേ, കാഞ്ഞിരങ്കാടിലൊരു മാർക്കറ്റാണ് കാണിച്ചത്. ശരിപ്പാക്കാം മീന് സിൽവറാവൂര് ഇവിടുത്തെ മാർക്കറ്റ് ഫ്രഷ് കൊടുവായൂർ ടൗണ് പോകുന്ന വഴിക്ക് കൊടുവായൂർ ടൗണാണ്. കുറച്ച് ഉള്ളേരിയ ആണെങ്കിലും ഇവിടെ ടൗണാണിത്, ഇവിടുത്തെ മെയിൻ ടൗണാണ്. നമ്മുടെ കുറച്ച് നമ്മൾ റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. നമ്മളെ ചുണക്കുട്ടൻ കുറച്ച് റെസ്റ്റാണ്. കുറേ നേരം ഓർമ്മ കിട്ടി. പാലക്കാട് വണ്ടി വരില്ല, ഒരുപാട് കറങ്ങിയിട്ട് വണ്ടി
കൊല്ലംകോട്ടേക്കാണ് പോകാൻ നിൽക്കുന്നത്. കുറച്ച് തണലൊക്കെ കണ്ടപ്പോൾ നമ്മളൊന്ന് നിർത്തിയാണ് ഇപ്പോൾ. നല്ലൊരു മൂച്ചിയുടെ ചോടൊക്കെ ഇട്ടപ്പോൾ നിർത്തി. വലിയ തിരക്കൊന്നുമില്ല, ഞായറാഴ്ച ഉണ്ട്. ഷെരീഫാക്ക ഉറക്കം തുടങ്ങി. കണ്ടോ, ഷെരീഫാക്ക ഉറക്കം തുടങ്ങി. നല്ലൊരു ഫുഡൊക്കെ കഴിച്ച് നമ്മളിപ്പോൾ ചോറ്, നല്ല നാടൻ ചോറ്, വീട്ടിൽ കിട്ടുന്ന മാതിരി ചോറൊക്കെ കഴിച്ച് സെറ്റായി. ഇനി നമുക്ക് കുറച്ചുകൂടി സ്ഥലങ്ങൾ കാണാനുണ്ട്. ഷെരീഫാക്ക മാറിയതാ വീണ്ടും റഫീഖാക്ക തന്നെ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ വീണ്ടും യാത്ര തുടങ്ങുന്നുണ്ട്. ഓണൊക്കെ അടിച്ചാല് അഭിസംബോധന ചെയ്യേണ്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട്. നമ്മളിനി 800 ഭ്രാന്തന്മാരെ അവിടെ പോയി 800 നോക്കും. അത് വേറെ കാര്യം അല്ലേ റഫീഖാക്ക? ബാക്കിൽ നമ്മൾ വീണ്ടും കൊല്ലംകോട്ടേക്ക് യാത്ര തിരിച്ചിരിക്കുകയാണ്. ഒരു സ്ഥലമായിട്ട് കാണാനൊന്നുമില്ല, അങ്ങനെ പോണ വഴി ഗ്രാമങ്ങളൊക്കെ പ്രകൃതി രമണീയത അല്ലേ? ഒരു പച്ചപ്പും പാടം. ഓ, ഒരു നമുക്ക് കൊല്ലംകോട് ഇപ്പോ നമ്മൾ ഉദ്ദേശിച്ച റോഡിൽ ബ്ലോക്ക് അല്ല റഫീഖാക്ക. അപ്പോ നമ്മള് വേറെ റൂട്ട് കൂടെ പോകണം. ഇപ്പൊ ഒരു ഷോർട്ട് റോഡ് പയ്യന്മാരുടെ ചോദിച്ചിട്ട് നമ്മള് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഷോർട്ട് തന്നെ കേട്ടത്. നമ്മളെ ചുള്ളന്മാരൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഭയങ്കര വിശ്രമ വേളയിലാണ്. ഇവിടുത്തെ തിയേറ്ററൊക്കെ കാണിച്ചു തരാം. ഇവിടെ മൾട്ടിപ്ലസ് ഇതൊക്കെയാണ്. ഗ്രാമീണത അതില് കീപ്പിങ്ങിലൊക്കെ ആ വേലി കാണാൻ കിട്ടി. ഇതിന്റെ ഫ്രണ്ട് ക്ലാസ് ചൂടില്ലേ? നമ്മള് പുറത്തിറക്കുമ്പോഴേ ചൂടൊക്കെ മനസ്സിലാവും. ഓ, നടക്കാം. അല്ലെങ്കിൽ കുറച്ചുകൂടി അടുത്ത വണ്ടിയില്ലേ, അങ്ങനെ ചൂട് അനുഭവപ്പെടുന്നുണ്ട്. നെല്ലിയാമ്പതിയുടെ നെല്ലിയാമ്പതിന്റെ താഴ്വാരല്ലേ? നല്ലൊരു മല, ഹിൽസ് കാണാം. പഴയ ടൈപ്പ് ഒരു അമ്പലം ഒക്കെ ഇതിന്റെ ഉള്ളിലാട്ടോ. നമ്മളീ പാലക്കാട് ജില്ലയിലാണ്. ഈ പഴയ കാലം അല്ലേ, 1996 ഒക്കെ ആണെങ്കിൽ ഇങ്ങോട്ട് വരുന്നല്ലേ? പഴയ ടൈപ്പ് വീട്ടിലൊക്കെ കുറെ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. വേലിയും നമ്മളാ ഹോട്ടലിൽ കയറിയപ്പോ ഊണിക്കാൻ വേണ്ടിട്ട് ചോറിടാൻ വേണ്ടിട്ട് നിർബന്ധിക്കാം. നമ്മളെ വീട്ടിലൊക്കെ നിർബന്ധിക്കാം. കഴിക്ക് മോര് കൂട്ടി കഴിക്ക് എന്നൊക്കെ പറയണേ. നമ്മുടെ ഷെരീഫാക്കാനെ കണ്ടപ്പോ അവർക്ക് ഒന്നുകൂടി സ്നേഹം തോന്നിയിട്ടുണ്ട്. അത് മോരൊക്കെ കൂട്ടി പഴയ ടൈപ്പ് വീടുകൾ, 2 കെട്ട് 3 കെട്ട് പഴയ കാലം. ഇതൊക്കെ നമ്മള് പഴയ സുബ്രഹ്മണ്യപൂരൊക്കെ തമിഴ് സിനിമയിലിങ്ങനെ കാണുന്ന ഒരു സംഭവങ്ങളാണ്. പക്ഷെ അത് കേരളത്തില് തമിഴ് സിനിമയിലൊക്കെ നമ്മളിപ്പോ ഇങ്ങനെ കാണാൻ പറ്റും. ഒരുപാട് മലയാള സിനിമകളൊക്കെ അവിടെ നിന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളെ ഈ പാലക്കാട് ഡിസ്ട്രിക്റ്റിലുള്ള നമ്മള് ഇതിലായിട്ട് വന്ന് നോക്കിയിട്ടില്ല. അണ്ണന് താങ്ക് യു പറഞ്ഞ് വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി. നല്ല റോഡുകളല്ലേ? ഉൾ റോഡുകൾ, നല്ല റോഡുകൾ. റോഡുകളെ കുറിച്ച് തന്നെ പറയണം കേട്ടോ. കാരണം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും കണ്ടത് റോഡാണ്. അടുത്ത യാത്രക്ക് പ്ലാൻ ഉണ്ടെന്ന് പറയുന്നത്. ഈ അടുത്ത യാത്രക്ക് പ്ലാൻ ഉണ്ടെന്ന് പറയുന്നത്. അതിപ്പോ ഇപ്പൊ നിലവിൽ എല്ലാരെയും റിക്വസ്റ്റ് ധനുഷ് കോടി ഉണ്ട് അല്ലേ? ഷെരീഫാക്ക, ഷെരീഫാക്ക നമ്മുടെ അടുത്ത പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞു. ധനുഷ്കുടി, രാമേശ്വരം. ധനുഷ് കോടിയാണ്. ധനുഷ് കോടി വരണം. അടുത്ത നമ്മുടെ യാത്ര പറയുമ്പോൾ ധനുഷ്കുടി, രാമേശ്വരം അങ്ങനെയൊക്കെയുള്ളൊരു പ്ലാനിങ്ങിലാണ് ഇപ്പോൾ. എപ്പോഴാണ് എന്നുള്ളത് നമ്മൾ അറിയിക്കുന്നതായിരിക്കും അല്ലേ? ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് അല്ലേ? ഫണ്ടും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ട് മാറി. ആ ഒരു 10 ദിവസത്തിനുള്ളിൽ എന്തായാലും ഉണ്ടാവും.
ദൂരമാണ് സഞ്ചരിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഫുള്ള് ഇടുങ്ങിയ റോഡാണെങ്കിൽ ഒരുപാട് കള്ള് ഷാപ്പുകളുണ്ട് കേട്ടോ. ഇത് ഇതാ. ശരിക്കും നമ്മള് ഞായറാഴ്ച ഉഷാറാക്കി ഇവിടെ ഇരിക്കാനുള്ളൊരു വൈബാണ് ഇപ്പൊ നമ്മള് കേറുന്നത്. എല്ലാവർക്കും ഇരിക്കാനുള്ളൊരു കാണുമ്പോ ഒരു ഭയങ്കര ത്രില്ലിംഗ് ആണല്ലോ ഇവിടെ സംഭവം. കുറച്ച് മുന്നേ ഇത്ര ചൂട് വരുന്നതിന് മുന്നേ ചൂട് വരെ പച്ചപ്പും കാര്യങ്ങളൊക്കെ നമുക്കിപ്പോ എല്ലാവർക്കും ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് അടിച്ചിട്ട് ഇപ്പോഴാണ് ഇവരെ നമുക്കൊന്ന് കയ്യിൽ കിട്ടിയത്. ഓൾ ഇന്ത്യ ട്രിപ്പ് അടിച്ചിട്ട് മാത്രം കാര്യമില്ല, നമ്മള് ജില്ലയിൽ കൂടി ഇതുപോലെ സ്ഥലങ്ങളുണ്ടെന്ന് ഇപ്പോഴും അവര് ശരിക്കും മനസ്സിലാക്കിയത്. സത്യമായിട്ടില്ലേ രമ്യാക്ക? വെയിലാറാൻ വേണ്ടിട്ട് ഒരുപാട് കുട്ടികൾ അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പൊ അവരപ്പം കളിക്കാനുള്ള അവർക്ക് വെയിൽ താങ്ങിട്ടുണ്ട്. അവരെല്ലാരും ഈ മരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ കൂടിയിരിക്കുകയാണ്. ഓൾ ഇന്ത്യ ട്രിപ്പ് കഴിഞ്ഞപ്പോഴാണ് അവർ ശരിക്കും നമ്മളെ ഈ പാലക്കാട് ജില്ലയിലത്തെ സ്ഥലങ്ങളൊക്കെ ഇപ്പൊ റിഫാക്കൊക്കെ ഒരു അത്ഭുതമാണ് ഇവിടെയൊക്കെ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന്. പാലക്കാട് വരിക എന്നല്ലാണ്ട് പാലക്കാട് ഇത് ആള് ഒരു പുളിസ് പഠിച്ചോട്ടോ ആള് ഇവിടെ വരലുണ്ടെന്നൊക്കെ. ആളിപ്പോ ആളിന്റെ ട്രിപ്പ് പറഞ്ഞ് കളിയാക്കില്ല. ആള് ശരിക്കും കണ്ടില്ല, ആളിപ്പോഴാ കണ്ണൂറിക്കുന്നതൊക്കെ കണ്ടിട്ട്. നെല്ലിയാമ്പതി മലനിരകളാട്ടോ കാണുന്നത്. ചെറിയ ചൂടൊന്നുമല്ല, നല്ല ചൂടുണ്ട്. ചൂട് ഈ നേരമായിട്ട് ചൂടൊക്കെ നല്ലുണ്ട്. ഞാളിപ്പോ 2:51 സീതാർകുണ്ട് എത്ര കുറവുണ്ടോ? 1.5 കിലോമീറ്റർ റോഡ് സൈഡിൽ തന്നെ അത് കയറിപ്പോ ഉള്ളിലോട്ട്. ആ ചോദിച്ചോ. ഓക്കെ ഓക്കെ. എത്ര ലിറ്റർ കേൾക്കാം? 1.5 കിലോമീറ്റർ. ഇനി ഒരു 1.5 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് സീതാർകുണ്ട് റോഡിലേക്ക് എത്തി. ഇതുപോലെ നമ്മൾ അട്ടപ്പാടിയൊക്കെ അല്ലെ ഒരു വ്ളോഗില് ചെയ്യുന്നതായിരിക്കും അല്ലെ? അട്ടപ്പാടിയൊക്കെ നാട്ടിലല്ലേ? നമ്മളൊരു ടൈമില് മുന്നേ അട്ടപ്പാടിയിലായിരുന്നു. ആഴ്ചക്ക് 2 വട്ടം അട്ടപ്പാടി പോയ ആൾക്കാരൊക്കെയാണ് പുറത്തത്. പക്ഷെ അന്നൊന്നും ബ്ലോഗില്ല. ഓ വണ്ടി പനകൾ, കുഞ്ഞു കുഞ്ഞു പനകൾ, പണ്ട് യക്ഷികൾ താമസിച്ചിരുന്ന ഫ്ലാറ്റുകൾ. കരിമ്പനകളുടെ നാട് പാലക്കാട്. കരിമ്പനയുടെ നാട് പാലക്കാട്. അതാണ് റഫിയാക്ക അവിടുന്ന്. ഓ മോനെ, ചെക്കന്മാർ സൂപ്പർ എക്സൽ ആണെങ്കിൽ അവിടുത്തെ RCയുടെ പവറാണ്. യക്ഷികളുടെ ഫ്ലാറ്റിലോട്ടേ കാണുന്നത്. യക്ഷികൾ ഫ്ലാറ്റ്. പണ്ട് കരിമ്പന കണ്ടു കഴിഞ്ഞാൽ ഓരോരുത്തർ പേടിച്ച് ഓടിയിരുന്നു. അതാണ് യക്ഷിയുടെ ഫ്ലാറ്റ്. മറ്റേ നൊങ്ക് 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 ഇവിടുന്ന് സ്പോട്ടിൽ വീട് വഴി ഡിവൈഡായി പോകുന്നുണ്ട്. ചായക്കട പറഞ്ഞ് ചായക്കട കാണാനില്ല. തന്നെ ചായക്കട സീതാർകുണ്ട്. സീതാർകുണ്ടോ? അതെയോ? അതെ. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇവിടെ എന്തെങ്കിലും കാണാനുള്ള സ്ഥലം? ഏട്ടാ ഈ വഴിക്ക് എന്തെങ്കിലും കാണാണ്ടോ? അവിടെ എന്തെങ്കിലും കാണാണ്ടോ? ആൽമരം, വലിയ ആൽമരം കൊറേ പോകണ്ട. റോഡ് സൈഡിൽ തന്നെ. അതെ. ആൽത്തറ. എത്ര ആൽത്തറ? ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ നമ്മൾ വഴി തെറ്റി. പക്ഷെ എന്നാലും ഒരു വേറെ സ്പോട്ടിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ പറ്റുകയാണ്. ആൽത്തറ. ഓ ചായക്കട ചേട്ടൻ ചായന്റെ നട്ടുണ്ട്. അപ്പൊ നമ്മള് ചായ കുടിക്കാൻ വേണ്ടിട്ട് ഇറങ്ങാൻ പോവാണ്.
അല്ലെങ്കിൽ ഉഷാറ് ചായ കുടിക്കാം നമുക്ക്. ചായക്കട നല്ല അന്തസ്സുള്ള ചായക്കട. നമുക്കൊരു അന്തസ്സായിട്ട് ചായ കുടിച്ചാലോ? എൻ്റെ മോനെ എജ്ജാതി പോക്ക്. ടോമി ജിംബ്ലു അപ്പുറത്ത് ഉറക്കത്തിലാണ്. ഇവിടെ നിസിൻസ റസ്റ്റിംഗിലാണ്. ചൂട് ശരിപ്പാക്ക ചേട്ടനോട് ബായ് പറഞ്ഞ് കാശും കൊടുത്ത് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങിയാണ്. പറ്റിയൊക്കെ വീണ്ടും ഡ്രൈവിംഗ് തന്നെയാണ്. ഒരു മാറ്റം സംഭവിച്ചിട്ടില്ല. അപ്പൊ നമ്മളൊരു ആൽത്തറ അല്ലേ, ആൽത്തറ എന്ന സ്ഥലത്തേക്ക് പാലക്കഞ്ഞി റേറ്റ്. ആ പാലം കൊണ്ട് അടുത്ത ടേണിങ്ങിലായിട്ട് നമുക്ക് കാണുന്നുണ്ട്. നമ്മളെ പാലത്തിന്റെ അടുത്തെത്തിയിരിക്കുന്നു. ഇവിടുന്നാണ് ഏകലവ്യ ക്ഷേത്രം. ഈ റൈറ്റ് റോഡ്. മോനെ വാട്ട് എ റോഡ്. കാണിക്കണം. എന്റെ മോനെ നോ രക്ഷ, ഒരു രക്ഷയില്ല ശരിക്കും കേട്ടോ. നമ്മൾ വന്ന് തീർച്ചയായിട്ടും നമുക്ക് സെറ്റ് ആയിരിക്കും. ബാക്കില് സിനിമ ഷൂട്ടിംഗാണല്ലോ. നാളെ ഷൂട്ടിംഗ് അത്ര ഇവിടെ നമ്മളെ സുരേഷ് ഗോപി വരുന്നുണ്ട് അറിഞ്ഞു. ഇവിടെ ഈ ലൊക്കേഷൻ തന്നെ, നമ്മളീ പോകുന്ന ലൊക്കേഷൻ തന്നെയാണ് ഷൂട്ടിംഗ് നാളെ. അപ്പൊ ഇതിന്റെ കുറച്ച് അണിയറ പ്രവർത്തകരൊക്കെ വന്നിട്ടുണ്ട്. ബാക്ക് നമ്മുടെ കറക്റ്റ് വണ്ടിയുടെ ബാക്കിൽ തന്നെ അവർ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അവിടെ പോയി ചിലപ്പോ അവരെ കാണാൻ പറ്റുന്നുണ്ടോ കറക്റ്റ് നമുക്ക് അറിയില്ല. ചായക്കടത്തെ ചേട്ടൻ പറഞ്ഞാൽ ശരിക്കും ശരിപ്പാക്ക എന്താ അഭിപ്രായം പറഞ്ഞാൽ നമ്മൾ വന്ന മാഫിയ അവർക്ക് ആവശ്യപ്പെടുന്നു. അല്ല സുരേഷ് ഗോപിയുടെ പടം തന്നെ മാഫിയ അല്ലേ? സുരേഷ് ഗോപി പടം തന്നെയല്ലേ മാഫിയ? അതെ, സുരേഷ് ഗോപിയുടെ പടം തന്നെ മാഫിയ എന്ന്. അവിടെ ഷൂട്ടിങ്ങിലേക്ക് ഉണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് ചിലപ്പോ ഷൂട്ടിങ് കിട്ടിയിരിക്കും, നടന്നിരിക്കും ചിലപ്പോ. ഇവിടെ അമ്പലാണ്. ഇവിടെ എന്തോ ഒരു ബ്രോ എന്താണ് ശരിക്കും പരിപാടി? എന്താ ശരിക്കും പരിപാടി? എന്താ അവിടെ പരിപാടി എന്താണ് ഇവിടെ പരിപാടി വെച്ച് പറഞ്ഞാൽ? എല്ലാവരും വന്നിട്ട് കോഴി ഇറക്കലും പൂജ ആടർക്കലും പൂജ ചെയ്തിട്ട് നമ്മുടെ ഒരു കറുപ്പസ്വാമിയാണ് ദൈവം. ഫുൾ ഡ്രിങ്കിങ് ചെയ്യാം. ഇപ്പൊ നമ്മ പുതിയതായിട്ട് ജോബ് എന്തെങ്കിലും തുടങ്ങണ വെച്ചാൽ അവിടെ വന്നിട്ട് നമ്മ ദക്ഷിണ ചെയ്തിട്ട് എല്ലാവർക്കും ചിക്കനും മീനില്ല പരമാവധി ആട് കോഴി വന്നിട്ട് ചെയ്തിട്ട് പിന്നെ അതിനുശേഷം വന്നിട്ട് നമ്മൾ ഈ ഡ്രിങ്ക്സ് അടിച്ചിട്ട് അവിടെ ഒന്ന് ദൈവത്തിനോട് കാണിച്ചിട്ട് പിന്നെ അങ്ങനെയുള്ള നല്ലൊരു സെറ്റപ്പാണ്. അതെ, ഞായറാഴ്ച ഭയങ്കര അതെ വീഡിയോ എടുക്കാം. മറ്റേ സുരേഷ് ചേട്ടൻ മറ്റേ സുരേഷ് ഗോപി ആളുടെ പടത്തിനുള്ളൊരു ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ അതെ, ഡെക്കറേഷൻ ചെയ്ത് സെറ്റ് ഇടുന്നുണ്ട്. അടുത്തതിന് ഇവിടെ ഷൂട്ടിങ് തന്നെയാണ്. അപ്പൊ ചായച്ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ അവിടെ സുരേഷ് ഗോപിയുടെ മൂവി ആളെ ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യണം. നമുക്ക് അതിന്റെ ഉള്ളിലേക്ക് എന്തായാലും പോയി കാണണം. ചേട്ടന്മാര് പറഞ്ഞാൽ ഇവിടെ എന്തൊക്കെ. അപ്പോ നമ്മള് നാളെ അവിടെ സുരേഷ് ചേട്ടന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനും മറ്റേ ഒരു അമ്പലം ഒക്കെ ഇവിടെ തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ ലൊക്കേഷൻ സെറ്റ് ചെയ്യണം അവര്. നമ്മൾ അപ്പൊ നമുക്ക് എന്താ വെച്ചാല് അതൊന്ന് പോയി കണ്ടോക്കാം. അപ്പോൾ ഷൂട്ടിംഗ് അലൗഡാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യാമറ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്.
എന്തോ ഒരു പ്രത്യേക ഫീല്. ഫുള്ള് ആലിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ. ആലാണ് ഫുള്ള്. എന്റെ മോനെ ഇത് സെറ്റാണ്. ഇത് സെറ്റ് ഇട്ടിക്കാണ്. ഇത് സെറ്റാണ്. ഈ സാധനം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുക കേട്ടോ. സുരേഷ് ഗോപിയുടെ പുറത്ത് വേണ്ടിയിട്ട് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് നാളത്തെ മൂവിക്ക് വേണ്ടിയിട്ട്. നാളെ മൂവി ഷൂട്ടിങ് ഇവിടെ റിയാലിറ്റി ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അവരുടെ അമ്പലത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ഇട്ട് വേണ്ടിയിട്ട്. ഭയങ്കര തന്നെ സെറ്റിങ്. ഞങ്ങളുടെ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒക്കെ ഫുള്ള് സെറ്റാണ്. ഇവിടെ പടം നമുക്ക് ശരിക്കും കറക്റ്റ് അറിയില്ല. നാളെ ഷൂട്ടിങ് തുടങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റയിലൊക്കെ പേജിലൊക്കെ വരും ഷൂട്ടിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. എനിക്ക് കറക്റ്റ് മനസ്സിലാവും. പ്രത്യേകത ഈ ആലിന് കേട്ടോ. ഒരുപാട് ആലുണ്ട്, കൂട്ടം കൂടി നിൽക്കുന്ന ആലുകൾ. ഒരുപാട് ആചാരങ്ങൾ നടക്കേണ്ടി വന്നിട്ടുണ്ട് ഇവിടെ. നമുക്കൊരു വീടിൻ്റെ രൂപമൊക്കെ ഒരു ആൽത്തറമ കെട്ടി തൂക്കിയിട്ടുണ്ട്. മണി, ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് എന്താ കാര്യത്തിൽ ആചാരം തന്നെയാണ്. എനിക്കിനി പഴമയുള്ള ആൾക്കാർക്ക് ചോദിച്ചാൽ കറക്റ്റ് മനസ്സിലാവുള്ളൂ. ഷൂട്ടിങ് കാണാനാണോ അതോ നാളത്തെ ഷൂട്ടിങ് കാണാനാണോ അതോ ഇവിടെ എന്താ പരിപാടി എന്നറിയില്ല. കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. ഇത് ഇവിടുത്തെ ആചാരമാണോ എന്നറിയില്ല. ഈ ആടിക്കളിക്കൽ ഒരുപാട് ആൾക്കാർ ആടിക്കളിക്കുന്നുണ്ട്. ശരിക്കും ഇതൊരു ആചാരം തോന്നുന്നുണ്ട് ഇവിടെ. ഇത് വല്ല ശാപം ചെയ്യാനുള്ളത്. നല്ലൊരു ഷോട്ട് കിട്ടിയിട്ടുണ്ട് അവൻ്റെ. അല്ല, നല്ലൊരു ഷോട്ട് അവൻ്റെ കിട്ടിയിട്ടുണ്ട് അറിയാം. അതൊരു ആചാരം തോന്നുന്നുണ്ട്. ഞാൻ കണ്ടിട്ട് വരുന്നത് ഈ ആൻ്റെ പ്രത്യേകത എന്താ അറിയാം. ഇനി ഇതിന് വാതിൽ മാത്രം വെച്ചാൽ മതി കേട്ടോ. കണ്ടോ, ഡോറ് മാത്രം വെച്ചാൽ മതി. ബാക്കിയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും നീതി പുലർത്തുന്നൊരു മരം. ഒരു വാതിലും ജെല്ലും മാത്രം സെറ്റ് ചെയ്താൽ ഇല്ല റഫീഖ. ഇവിടെ നാഗാലാൻഡിലോ ഇവിടുത്തെ എന്താ പറയാ ആലിന്റെ വേര് കൊണ്ട്, മരത്തിന്റെ വേര് കൊണ്ട് പാലുണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ ഉണ്ട്. ചെറിയൊരു നാഗാലാൻഡാണ് അറിയുന്നത്. വണ്ടി തള്ളുവണ്ടിയാണെങ്കിലും ഒരു വാക്ക് തർക്കം. ഇവിടെ വന്നപ്പോൾ ഒരു സെറ്റ് വർക്ക് കാണാനുള്ളൊരു അവസരം കൂടി നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അമ്പലത്തിൻ്റെ സെറ്റപ്പാണ് അത് ചെയ്യുന്നത്. തെർമോക്കോളാണ് ഇത്. വേറെ ഏതോ പഴയ സെറ്റ് വീണ്ടും സെറ്റ് ചെയ്യുന്നുണ്ട്. ഉണ്ടോ, അതൊക്കെ റിസർച്ച് ചെയ്യുന്നുണ്ട് സെറ്റിനെ കുറിച്ചിട്ട്. ഫുള്ള് സെറ്റിന് പണിയാണെന്നിരിക്കുന്നു. ഈ പാലക്കാട് കാഴ്ചകൾ അങ്ങനെ ഒറ്റ വീഡിയോയിൽ നമുക്ക് തീർക്കാനൊന്നും കഴിയില്ല. കാരണം നമ്മൾ ഒരു ദിവസം ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ ഒരുപാട് കണ്ടു. അതിൽ വളരെ കുറച്ച് ഭാഗം നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ളത് നമുക്കൊരു 1-2 എപ്പിസോഡുകളായിട്ട് ചെയ്യാം. കാരണം ഒരൊറ്റ എപ്പിസോഡായിട്ട് ചെയ്യുമ്പോൾ അത് കാണുന്ന ആൾക്കാർക്കും ബുദ്ധിമുട്ടാവും. അപ്പോൾ നമുക്കതിൻ്റെ പാർട്ട് 2 ആയിട്ട് വൈകാതെ കാണാം. ആ